വെൽക്കം ബാക്ക്. അപ്പം നമ്മുടെ രണ്ടാമത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്, മൂന്നാമത്തെ വീഡിയോയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വാരിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മളിപ്പോൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യെസ്, നിങ്ങളത് പഠിച്ചുകൊണ്ട് പോകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. മുന്നത്തെ വീഡിയോ ഒക്കെ പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പഠിച്ചാൽ മാത്രമേ നമുക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ പറ്റുള്ളൂ. ഒരിക്കലും ഷഫിൾ ചെയ്ത് പഠിക്കേണ്ട ഒരു ചാപ്റ്റർ അല്ല. അവിടെ നിന്ന് ഇവിടുന്ന് ഒന്നും തപ്പി പോയി പഠിച്ച് പോയി പരീക്ഷ എഴുതാൻ പറ്റില്ല. നമുക്ക് ഓർഡറിൽ തന്നെ പഠിക്കണം. സോ നിങ്ങളിപ്പം ഈ വീഡിയോ ആണ് നിങ്ങൾ ആദ്യം കാണുന്നതെങ്കിൽ വേഗം പോവുക. നമ്മളെ വീഡിയോസിൻ്റെ ഇതിൽ സെക്ഷനിലും ഉണ്ടാവും, നമ്മുടെ മുന്നത്തെ വീഡിയോസൊക്കെ ഉണ്ടാവും, ഓൾറെഡി അപ്ലോഡഡ് ആയിരിക്കും. സോ ഒന്ന് പോയിട്ട് കണ്ടിട്ട് വരിക, ഒന്ന് പഠിക്കണം കേട്ടോ, സെറ്റാക്കി വരണം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ക്ലിയർ ആവാത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് അത് കമൻറ്റിലൂടെ റിപ്ലൈ തരുന്നതായിരിക്കും. സോ അടുത്തതായിട്ട് നമ്മൾ മെൻ്റലിൻ്റെ മോണോ ഹൈബ്രിഡ് ക്രോസ് അല്ലെങ്കിൽ വൺ ജീനിൻ്റെ ഇൻഹെറിറ്റൻസ് ഓഫ് എ സിംഗിൾ ജീൻ അത് നമ്മൾ പഠിച്ചു ഇല്ലേ? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സെറ്റാക്കി പോകുന്നതല്ലേ? അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്നുകൂടി റിപ്പീറ്റ് അടിച്ച് കാണണം. ഓക്കെ, കാണണേ. ഓക്കെ, ഇനി അടുത്തത് ടെസ്റ്റ് ക്രോസ്. വാട്ട് ഇസ് ടെസ്റ്റ് ക്രോസ്? നമ്മൾ ആ മോണോ ഹൈബ്രിഡ് ക്രോസ് ഇല്ലേ, അതിൻ്റെ ലാസ്റ്റിലേക്ക് പറയുന്ന ഒരു ടേമാണ്. ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് ടേം. ടെസ്റ്റ് ക്രോസ് നമ്മൾ വിചാരിക്കുന്ന ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു ടെസ്റ്റ് ക്രോസ് അല്ല ഇത്. പുള്ളിക്കാരൻ കുറച്ച് ഇമ്പോർട്ടൻസ് അർഹിക്കുന്ന ഒരാളാണ്. അതായത് ഞാൻ പറഞ്ഞു നിങ്ങളോട്, നമുക്ക് ഫീനോടൈപ്പിനെ പുറത്ത് കാണാൻ പറ്റും, പക്ഷേ ജീനോടൈപ്പിനെ പുറത്ത് കാണാൻ പറ്റില്ല. കാരണം എന്താ? ജീനിനുള്ളിൽ എന്താ, ആ സെല്ലിനുള്ളിൽ എന്താ നടക്കുന്നതെന്നൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഒരു നീളമുള്ള പ്ലാന്റ് തന്നു, ടോൾ പ്ലാന്റ്, അതിൻ്റെ ജീനോടൈപ്പ് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ക്യാപിറ്റൽ ടി എന്ന് എഴുതാം, ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് എഴുതാം. നമുക്ക് എങ്ങനെ പറയാൻ പറ്റും അത് ഇതിലേതാണെന്നുള്ളത്? കാരണം എന്താ, ടോൾ എന്ന് പറയുന്നത് ഒരു ഡോമിനൻ്റ് കണ്ടീഷനാണ്. അപ്പം എന്തായാലും നമുക്കിതാ നോക്കിയതാ ഇവിടെ ഇതിൻ്റെ ജീനോടൈപ്പ്, ഫീനോടൈപ്പ് ആണ് ഈ എഴുതി വെച്ചേക്കുന്നത്. ടോള് ഡോർഫ്. ഇത് ഫീനോടൈപ്പ് അല്ലേ? ജീനോടൈപ്പ് ആണ് ഞാനിവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെച്ച്. നമുക്കറിയില്ല, നമുക്ക് പറയാൻ കഴിയില്ല. കാരണം എന്താ? വൈ? ബിക്കോസ് നമുക്ക് രണ്ട് ജീനോടൈപ്പ് ഉണ്ടടാ ഇവിടെ. ഒന്നെങ്കിൽ ഇതാവാം, അല്ലെങ്കിൽ ഇതാവാം, അല്ലേ? ഇതിൽ ഈ മൂന്നെണ്ണത്തിലും അതാണ് പോസിബിലിറ്റി. നമുക്കറിയില്ല ഇവരെങ്ങനെ വന്നു, ഇവരുടെ പാരൻസ് ഏതായിരുന്നു, ഒന്നും അറിഞ്ഞൂടാ. ഇനിയിപ്പോൾ അറിയെങ്കിൽ പോലും പാരന്റ് ടോളും ആയിരുന്നെങ്കിൽ പോലും നമുക്ക് പറയാൻ പറ്റില്ല ഇവർക്കും ക്യാപിറ്റൽ ടി തന്നെ ആയിരിക്കുമോ എന്നുള്ളത്. ബിക്കോസ് ഒരു ക്യാപിറ്റൽ ടി വന്നാൽ മതി അവർ ടോളാവാൻ. അവിടെ സ്മോൾ ടി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കണ്ടുകൊണ്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എങ്ങനെ കണ്ടുപിടിക്കാം ഇവരുടെ ജീനിൽ ക്യാപിറ്റൽ ടി ആണോ, ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണോ? അതിനുള്ള ഒരു ടെസ്റ്റാണ് ഈ ടെസ്റ്റ് ക്രോസ്. ടെസ്റ്റ് ക്രോസ് എന്ന് പറയുന്നത് ഡബിൾ റിസസീവ് ആയിട്ടുള്ള പ്ലാന്റിനോട് ക്രോസ് ചെയ്യുന്നു, അപ്പം നമുക്ക് ഉത്തരം കിട്ടും. ഈ പറഞ്ഞ ആളുടെ ഉത്തരം ജീനോടൈപ്പ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം. വൈ? ബിക്കോസ് ഈ ഡോർഫ് കുഞ്ഞി LED കത്തണമെങ്കിൽ CFL പാടുണ്ടോ? CFL ഓഫാക്കി വെച്ചാലല്ലേ കുഞ്ഞി LED ലൈറ്റ് കത്തുള്ളൂ. റിസസീവിന് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ അവിടെ ഡൊമിനൻ്റ് പാടില്ല, അപ്പോൾ മാത്രമേ റിസസീവ് എക്സ്പ്രസ് ചെയ്യുള്ളൂ മെൻ്റലിൻ്റെ ഈ കേസിൽ. ഓക്കെ, അപ്പോൾ ഡാർഫ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് കാണുവാണെങ്കിൽ കണ്ടാൽ തന്നെ നമുക്ക് പറയാൻ പറ്റും ജീനോടൈപ്പും ഫീനോടൈപ്പും. ഫീനോടൈപ്പ് ഡാർഫ് ആണ്, ജീനോടൈപ്പ് സ്മോൾ ടി ആണ്, നമുക്കറിയാം അല്ലേ? അപ്പം ഈ കൂട്ടത്തിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏക വ്യക്തി ഈ ഡോർഫാ. ഇയാളെ വെച്ചിട്ട് നമുക്ക് ഒരു ക്രോസ് ചെയ്ത് നോക്കിയാൽ ഇവരെ കണ്ടുപിടിക്കാം. അതാണ് ടെസ്റ്റ് ക്രോസ്. ക്രോസിങ് വിത്ത് എ ഡബിൾ റിസസീവ് പാരന്റുമായിട്ട്, ഡബിൾ എന്ന് പറഞ്ഞാൽ രണ്ട് റിസസീവ് അല്ലെങ്കിൽ ഹോമോസൈഗസ് റിസസീവ്, ക്രോസിങ് വിത്ത് എ ഹോമോസൈഗസ് റിസസീവ് പാരന്റ്, അതുമായിട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവരെ 3 പേരെയും കണ്ടുപിടിക്കാൻ പറ്റും. സോ അതെങ്ങനെ ചെയ്യാൻ പറ്റും? അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. എങ്ങനെ ചെയ്യാം? ഇത് ടോള് ഏതാന്നുള്ളത് നമുക്ക് അറിയില്ല, ക്വസ്റ്റ്യൻ മാർക്ക്. ക്യാപിറ്റൽ ടി ആണോ, ക്യാപിറ്റൽ ടി മാത്രമാണ്, ക്യാപിറ്റൽ ടിയും സ്മോൾ ടി ആണോ എന്ന് അറിഞ്ഞൂടാ. ഇത് ഡോർഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം അല്ലേ, സ്മോൾ ടി ആണ്. സോ ഇവിടെ നമുക്ക് രണ്ട് രീതിയിൽ ഇത് ചെയ്യാം. അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ആകെ 2 പോസിബിലിറ്റി അല്ലേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ആ 2 രീതിയിൽ ചെയ്യാം. ആദ്യത്തത് ക്യാപിറ്റൽ ടി സ്മോൾ ടി ഡോർഫ് ആണല്ലോ. പിന്നത്തത് ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഈ 2 കണ്ടീഷനെ നമുക്ക് ഇവിടെ എടുക്കാനുള്ളൂ. ഒന്നെങ്കിൽ
ക്യാപിറ്റൽ ടി സ്മോൾ ടി ആവാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ടി ആവാം. ടോൾ പ്ലാന്റ് ആണ് രണ്ടും. ഇതിപ്പോ എഴുതി വെച്ചതുകൊണ്ട്, പക്ഷേ നമുക്ക് അറിയില്ല എന്ന് വെച്ചോ, അന്നപ്പോ എന്ത് ചെയ്യണം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഇവിടെ ഇവർക്ക് ഏത് ഗ്യാമിറ്റ് ഉണ്ടാവാം? ഈ ഗ്യാമിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവർക്കോ ഈ ഗ്യാമിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് ക്രോസ് ചെയ്തു കഴിഞ്ഞാൽ F1 പ്രോജനിക്കോ ക്യാപിറ്റൽ ടി സ്മോൾ ടി എല്ലാം ടോളായിരിക്കും. ഇതാണെങ്കിലോ ഇവർക്ക് ഇതുണ്ടാവാം, ഇവർക്ക് ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ദാ ക്യാപിറ്റൽ ടി സ്മോൾ ടി, സ്മോൾ ടി സ്മോൾ ടി. ഇവിടെ വെച്ച് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഞാൻ പറഞ്ഞു ഇതിപ്പോൾ നമ്മൾ എഴുതിയത് കൊണ്ട്, എഴുതിയിട്ടില്ല എന്ന് വിചാരിച്ചോ, എഴുതിയിട്ടില്ല, ഇവിടെ എഴുതിയിട്ടില്ല എന്ന് വിചാരിക്കുക. പ്രോജനീനെ മാത്രം നോക്കുക. F1 പ്രോജനി ടോള് മാത്രമാണ് ഉണ്ടാവുന്നത്. എല്ലാം വലിയ ആൾക്കാർ, ടോള് മാത്രം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് അസ്യൂം ചെയ്യാം? ഇവിടെ ഗ്യാമീറ്റ് ക്യാപിറ്റൽ ടി മാത്രമേ വരുന്നുള്ളൂ, വേറെ ഒരു ഗ്യാമീറ്റും വരുന്നില്ല. സ്മോൾ ടീൻ്റെ ഗ്യാമീറ്റ് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഒരു സ്മോൾ അല്ലെങ്കിൽ ഡോർഫ് പ്ലാന്റ് വരാമായിരുന്നു. ഓക്കെ, ഇവിടെ വന്നതുപോലെ ഇവിടെ സ്മോൾ ടി ഗ്യാമീറ്റും കൂടി വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഒരു ഡോർഫ് പ്ലാന്റ് വരുമായിരുന്നു. പക്ഷെ ഇവിടെ വന്നിട്ടില്ല. ഇവിടെ ടോള് മാത്രമേ ഉള്ളൂ. അതായത് വരുന്ന ഗ്യാമീറ്റ് മുഴുവൻ, ഈ പ്ലാന്റിൽ നിന്നും വരുന്ന ഗ്യാമീറ്റ് മുഴുവൻ ക്യാപിറ്റൽ ടി ആണ്. ക്യാപിറ്റൽ ടി ഉണ്ടോ അത് ആ പ്രോജനി ടോളായിരിക്കും. അപ്പോൾ ഈ F1 പ്രോജനി മുഴുവൻ ടോളാണെങ്കിൽ ടെസ്റ്റ് ക്രോസിൻ്റെ റിസൾട്ട് എന്താ? അപ്പം നമുക്ക് പറയാൻ പറ്റും, നമ്മൾ കണ്ടുപിടിച്ച ആ വലിയ പ്ലാന്റ് ഇല്ലേ, അതിൻ്റെ ജീനോ ടൈപ്പ് ക്യാപിറ്റൽ ടി ആണ്. ഇനി ഇവിടെ 1:1 റേഷ്യോയിൽ പകുതി, ഇപ്പം രണ്ട് കുട്ടികളാണ് ഉണ്ടായെന്ന് വെച്ചാൽ ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണെങ്കിൽ, അല്ലെങ്കിൽ 4 കുട്ടികളുണ്ടായെങ്കിൽ 2 എണ്ണം വലുതും 2 എണ്ണം ചെറുതും ഉണ്ടായാൽ നമുക്ക് എന്ത് മനസ്സിലാവും? ഇതിൽ നിന്നും സ്മോൾ ടി ഗ്യാമീറ്റും കൂടി വന്നിട്ടുണ്ട്. സ്മോൾ ടി ഗ്യാമീറ്റ് വന്നാൽ ഇത് വന്ന് ഫ്യൂസ് ചെയ്ത് ഇങ്ങനെ ഒരു ഡോർഫ് കണ്ടീഷൻ ഉണ്ടാവാം. ഡോർഫ് ഉണ്ടായോ അപ്പോൾ ഉറപ്പിച്ചോണം ഈ ടോൾ പ്ലാന്റിൽ ഡോർഫിനുള്ള ജീനുണ്ട്. ഓക്കെ, ഡോർഫ് ഉണ്ടായിട്ടില്ല, ഫുള്ള് ടോൾ ആണെങ്കിൽ ഉറപ്പിച്ചോ ഈ വലിയ പ്ലാന്റിൽ ഡോർഫിനുള്ള ജീനില്ല. ഇതെങ്ങനെയാണ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുക? ഇവിടെ ഇയാളാണെങ്കിൽ മാത്രം. ഇവിടെ ഒരു ക്യാപിറ്റൽ ടി സ്മോൾ ടി ആയിരുന്നെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല ഇതെപ്പോഴും ഈ ഒരു കുഞ്ഞു ടി ഇവിടേക്ക് വരും എന്ന് പറയാൻ പറ്റില്ല. കാരണം അവിടെ വലിയ ടീയും വരാം. മനസ്സിലായോ? ഈ സ്മോൾ ടി ആണെങ്കിൽ ഇതിൽ നിന്നും ഉണ്ടാവുന്ന ഗ്യാമിറ്റ് സ്മോൾ ടി മാത്രമാണ്. ഇവരുടെ കൂടെ ആര് ചേർന്നാലാണ് ഡോർഫ് കണ്ടീഷൻ വരിക? സ്മോൾ ടി ചേർന്നാൽ മാത്രം. അപ്പോൾ ഇതിൻ്റെ കൂടെ സ്മോൾ ടി ചേരണമെങ്കിൽ ഇയാൾക്കൊരു സ്മോൾ ടി വേണ്ടേ? 2 പോസിബിലിറ്റി അല്ലേ നമുക്ക് കണ്ടുപിടിക്കാനുള്ളൂ, ക്യാപിറ്റൽ ടി അല്ലെങ്കിൽ സ്മോൾ ടി. ഓക്കെ, ഇവിടെ നോക്കിയേ, ടെക്സ്റ്റിൽ ഇങ്ങനെ കൊടുത്തുകൊണ്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്. ഹോമോസൈഗസ് റിസസീവ് എന്ന് പറഞ്ഞാൽ രണ്ടും റിസസീവ് ആണ്, സ്മോൾ ആണ്. ഇവിടെ ടി അല്ല, ഇവിടെ ഫ്ലവറിൻ്റെ കളറാണ് പറഞ്ഞത്, വയലറ്റും വൈറ്റും. നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ട് വൈറ്റിന് സ്മോൾ ലെറ്റർ വി കൊടുത്തിട്ടില്ല എന്ന്. കൊടുക്കാം, പക്ഷെ ഇപ്പം നമ്മൾ എടുത്തത് വയലറ്റിന് ക്യാപിറ്റൽ ലെറ്റർ W, വൈറ്റിന് സ്മോൾ ലെറ്റർ W. ഇതാകുമ്പോൾ എളുപ്പമാണ്. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ സ്മോൾ ലെറ്റർ ആക്കും. വി ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ഓക്കെ, സോ സ്മോൾ ലെറ്റർ W, സ്മോൾ ലെറ്റർ W രണ്ടും റിസസീവ് ആണ്. ഇതും ഈ പ്ലാന്റും ആണ് ക്രോസ് ചെയ്യുന്നത്. ഇത് വയലറ്റ് ഡൊമിനൻ്റ് ആണ്. പക്ഷേ വയലറ്റ് വേണമെങ്കിൽ ക്യാപിറ്റൽ ഡബ്ല്യുവും സ്മോൾ ഡബ്ല്യുവും വരാം, ക്യാപിറ്റൽ ഡബ്ല്യുവും വരാം. അയ്യോ, ഈ ക്യാപിറ്റൽ ഡബ്ല്യു എന്ന് പറയുമ്പോൾ മറ്റൊരു പാട്ടില്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ക്യാപിറ്റൽ ഡബ്ല്യു സ്മോൾ ഡബ്ല്യു എന്ന് പറഞ്ഞ ഒരു പാട്ടുണ്ട്, അതെന്നെ വായിലേക്ക് വരും. സോ ക്യാപിറ്റൽ ഡബ്ല്യു സ്മോൾ ഡബ്ല്യു വരാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഡബ്ല്യു വരാം. ഇതാണ് നമ്മുടെ ടോളിൻ്റെ ആ കേസ് തന്നെ. അക്ഷരം മാറിയെന്നല്ലേ ഉള്ളൂ, വേറൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി ഇതായിരുന്നെങ്കിൽ ഉണ്ടാവുന്നത് മുഴുവൻ വയലറ്റാ അല്ലേ? കാരണം എന്താ? ഇയാൾ എന്തായാലും ഗ്യാമീറ്റിൽ ക്യാപിറ്റൽ ഡബ്ല്യു ഉണ്ടാവും. അപ്പം ഇവിടെ ഈ സ്മോളിൻ്റെ കൂടെ വലിയ ആൾ പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഡൊമിനൻ്റ് അല്ലേ കാണിക്കുള്ളൂ. സോ ഉണ്ടാവുന്ന ആൾക്കാർ മുഴുവൻ വയലറ്റ്. അപ്പം നമുക്ക് ഉറപ്പിക്കാം, ഉണ്ടാവുന്ന F1 കുട്ടി മുഴുവൻ വയലറ്റ് ആണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഈ പ്ലാന്റ് ഹോമോസൈഗസ് ഡൊമിനൻ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ക്യാപിറ്റൽ ഡബ്ല്യു ആയിരുന്നു അതിൻ്റെ ജീനോടൈപ്പ് എന്ന്. ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ ഉണ്ടാകുന്നതിൽ 2 എണ്ണം വൈറ്റും 2 എണ്ണം വയലറ്റും. ഉറപ്പിച്ചോ ഇവിടെ ഇയാളെടുത്ത് ഒരു സ്മോൾ ഡബ്ല്യുവിൻ്റെ ജീൻ ഉണ്ടായിരുന്നു.
അതുകൊണ്ടാണ് അത് ഗാമിറ്റിലേക്ക് പോയത്. ആ ജീൻ ഉണ്ടെങ്കിൽ എന്തായാലും ഒരു ക്യാപിറ്റൽ W ഒരു സ്മോൾ w ആയിരിക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവിടെ വൈറ്റ് വന്നല്ലോ, എന്തുകൊണ്ട് ഇയാൾക്ക് സ്മോൾ w ആവൂലെന്ന്. അങ്ങനെ വിചാരിക്കുന്ന ആരും ഇല്ലല്ലോ. കാരണം എന്താ, സ്മോൾ w ആയാലും ഇയാൾക്ക് വയലറ്റ് നിറം ഉണ്ടാവുമോ? ഇല്ല, ഇയാൾക്ക് വയലറ്റ് നിറമാണ്. അതുകൊണ്ട് നമുക്കറിയാം അയാൾക്ക് വലിയ W ഉണ്ട്. ഇനി ഇയാളെ കുട്ടിക്ക് വൈറ്റ് കിട്ടണമെങ്കിൽ എന്ത് വേണം? ഇയാളുടെ കയ്യിൽ വൈറ്റിനുള്ള ജീനും കൂടി വേണം. അച്ഛൻ്റെയും അമ്മേൻ്റെയും ക്രോമോസോം ചേർന്നിട്ടല്ലേ നമ്മളായത്. ഇതിന്റെ ഗ്യാമിറ്റും വേണം, ഇതിന്റെ ഗ്യാമിറ്റും വേണം. ഗ്യാമിറ്റിലാണെങ്കിൽ ഒരു ക്രോമോസോം ഉണ്ടാവും, അവർ തമ്മിൽ ചേരണം, എന്നാലല്ലേ ഹോമോലോഗസ് ആവുള്ളൂ നമ്മളേല്. അതൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ? 23 അല്ലേ 46 അല്ലേ? ഓക്കെ, അപ്പൊ അതാണ് ടെസ്റ്റ് ക്രോസ്. അത്രേ ഉള്ളൂ ടെസ്റ്റ് ക്രോസ്. സോ ടെസ്റ്റ് ക്രോസ് ഇസ് എ ക്രോസിംഗ് ഓഫ് എൻ അൺനോൺ പ്ലാന്റ് വിത്ത് എ ഡബിൾ റിസസീവ് അല്ലെങ്കിൽ ഹോമോസൈഗസ് റിസസീവ് പാരന്റ്. ഹോമോസൈഗസ് റിസസീവ് പാരന്റുമായിട്ട് ഒരു അൺനോൺ പ്ലാന്റിനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അൺനോണിന്റെ എന്താണ് ജീനോടൈപ്പ് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇഫ് ദ F1 progeny ഈസ് കംപ്ലീറ്റ്ലി ഷോയിങ് ദ ഡൊമിനന്റ് കേസ്, ദാറ്റ് പ്ലാന്റ് വിൽ ബി ഹാവിങ് എ ഹോമോസൈഗസ് ഡൊമിനന്റ് ജീനോടൈപ്പ്. ഇവിടെ ഹാഫ് റിസസീവ് ഹാഫ് ഡൊമിനന്റും പ്രോജനി കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, ഹെറ്ററോസൈഗസ് കണ്ടീഷൻ ആയിരിക്കും, അവിടെ ഹോമോസൈഗസ് കണ്ടീഷൻ ആയിരിക്കും. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. നെക്സ്റ്റ്, ഇതിൽ നിന്നുമൊക്കെ മെന്റൽ വാർത്തെടുത്തിട്ടുള്ള ചില നിയമങ്ങളുണ്ട്. ഓക്കെ, ഇങ്ങനെ വരണമെങ്കിൽ, ഇങ്ങനെ പോവണമെങ്കിൽ, ഇങ്ങനെ പ്രോജനി ഉണ്ടാവണമെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നേ പറ്റൂ. ഇങ്ങനെ നടക്കുന്നത് കൊണ്ടാണ്. സോ അതിനെയാണ് ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോഴാണ് നമ്മളെ ചാപ്റ്ററിന്റെ പേരിനൊരു അർത്ഥം വന്നത്, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ്. എന്തുകൊണ്ടാണ്? രണ്ട് ലോ ഉണ്ട്. ലോ ഓഫ് ഡൊമിനൻസ് ആൻഡ് ലോ ഓഫ് സെഗ്രിഗേഷൻ. ലോ ഓഫ് സെഗ്രിഗേഷൻ. ഓക്കെ, ലോ ഓഫ് ഡൊമിനൻസ് ആൻഡ് ലോ ഓഫ് സെഗ്രിഗേഷൻ. അതിൽ നമ്മൾ ആദ്യത്തെ ലോ ഓഫ് ഡൊമിനൻസ് നമുക്കറിയുന്നതാടാ. ഡൊമിനൻ്റ് എന്താണെന്നുള്ളത് CFL LEDയും പഠിച്ച നമ്മളോടാ അല്ലേ? ഡൊമിനൻ്റ് സിമ്പിൾ. ഈ ഡൊമിനൻ്റ് എന്ന് പറയുന്ന കണ്ടീഷൻ എന്താണോ അതങ്ങോട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞാൽ മതി. ഈ ഒരു 3 പോയിന്റ് എഴുതാൻ മറക്കരുത്. ഓക്കെ, ഈ 3 പോയിന്റ് എഴുതാൻ മറക്കരുത്. ക്യാരക്ടേഴ്സ് ആർ കൺട്രോൾഡ് ബൈ ഡിസ്ക്രീറ്റ് യൂണിറ്റ്സ് കോൾഡ് ഫാക്ടേഴ്സ്. ഇതാണ് മെന്റൽ പറഞ്ഞത്. ക്യാരക്ടേഴ്സ് ആർ കൺട്രോൾഡ് ബൈ ഡിസ്ക്രീറ്റ് യൂണിറ്റ്സ് കോൾഡ് ഫാക്ടേഴ്സ്. ഫാക്ടർ, അദ്ദേഹം എന്താ അതിനെ പറഞ്ഞത്? അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ക്രോമോസോമും ജീനും സെല്ലും ഒന്നും അറിഞ്ഞൂടാ. അപ്പൊ പിന്നെ അദ്ദേഹത്തിന് എന്താ പറഞ്ഞത്? എന്തോ ഒന്ന് ഒരാളിൽ നിന്നും, ഒരു പാരന്റിൽ നിന്നും കുട്ടിയിലേക്ക് പോകുന്നു, അതിനെ അദ്ദേഹം ഫാക്ടർ എന്ന് വിളിച്ചു. നമുക്ക് ഇപ്പൊ അറിയാം അത് നമ്മുടെ ജീനാണെന്ന്. സോ ഇന്നത്തെ ജീനാണ് അന്നത്തെ ഫാക്ടർ. ഓക്കെ, ഫാക്ടേഴ്സ്. ദ ക്യാരക്ടേഴ്സ് ആർ കൺട്രോൾഡ് ബൈ ഡിസ്ക്രീറ്റ് യൂണിറ്റ്സ് കോൾഡ് ഫാക്ടേഴ്സ്. നമ്മളെ ക്യാരക്ടറൊക്കെ കൺട്രോൾ ചെയ്യുന്ന ജീനുകളല്ലേ, അതിനെ ഫാക്ടർ എന്ന് വിളിച്ചു. ആൻഡ് ഫാക്ടേഴ്സ് ഒക്കർ ഇൻ പെയേഴ്സ്. ഫാക്ടർ പെയർ ആയിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ നേരത്തെ അലീൽ പെയറാണെന്ന് പറഞ്ഞില്ലേ, അലീലും ജീനും ഒന്നല്ലേ, അതും ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് വീഡിയോയില്. സോ ഫാക്ടേഴ്സ് ഒക്കർ ഇൻ പെയേഴ്സ്. രണ്ട് ആളായിട്ടാണ് നിൽക്കുന്നത്. ഡിപ്ലോയിഡ് ഓർഗാനിസം അല്ലേ, ഹോമോലോഗസ് പെയർ ഇല്ലേ, ഓഫ് കോഴ്സ് ദേ ആർ ഇൻ പെയേഴ്സ്. ഇനി അടുത്തതാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. In a dissimilar pair of factors, one member of the pair, in a dissimilar pair, similar അല്ലാത്ത capital A small a, capital T small t, dissimilar pair of factors, one of the member of the pair dominant അല്ലെങ്കിൽ dominate എന്ന് പറഞ്ഞാൽ എന്താ? ഡൊമിനേറ്റ് ചെയ്ത് കാണിക്കുന്നത്, ഡൊമിനേറ്റ് ദ അതർ. അതായത് ഒന്നിനെ അടിച്ചമർത്തി മറ്റേതിൻ്റെ മുകളിലേക്ക്. അപ്പോൾ ഈ ഡൊമിനേറ്റ് ചെയ്യുന്ന ആളാണ് ഡൊമിനന്റ്, താഴോട്ടേക്ക് പോകുന്ന ആളാണ് റിസസീവ്. ഓക്കെ, സപ്രസ് ചെയ്യുന്ന ആളാണ്, അതായത് സപ്രസ് ചെയ്യപ്പെടുന്ന ആളാണ് റിസസീവ്. കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട, ഇതങ്ങോട്ട് പഠിച്ചാൽ മതി. In a dissimilar pair of factors, one of the member dominates over the other. One of the member in a dissimilar pair of factors dominates over the other. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ സാധനം തന്നെ ഒരു ലൈനായിട്ട് അങ്ങോട്ട് കൊടുത്തു. ഇതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഒന്നും വരാൻ ചാൻസ് ഇല്ലല്ലോ. ഒന്ന് നമ്മൾ ഫാക്ടർ ഉണ്ടെന്ന് പറഞ്ഞു, ഫാക്ടർ പെയർ ആയിട്ടാണ്, പെയറിൽ ഒരാൾ മറ്റേതിനെ ഡൊമിനേറ്റ് ചെയ്യും. സിമ്പിൾ, കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ഓക്കെ,
സോ അതാണ് ഡൊമിനന്റ്, ലോ ഓഫ് ഡൊമിനൻസ്. ഇനി ലോ ഓഫ് സഗ്രിഗേഷൻ. എന്താണ് സഗ്രിഗേഷൻ? സഗ്രിഗേറ്റ് ചെയ്യുക, ഇങ്ങനെ വേർപിരിഞ്ഞു പോവുക. ഓക്കെ, ലോ ഓഫ് സഗ്രിഗേഷൻ ഡ്യൂറിങ് നമുക്ക് ഹൈലൈറ്റർ എടുക്കാം. ഡ്യൂറിങ് ഗ്യാമീറ്റ് ഫോർമേഷൻ, ഗ്യാമീറ്റ് ഉണ്ടാവുന്ന സമയത്ത് ദ ഫാക്ടേഴ്സ് ഓർ അലീൽസ് ഓഫ് എ പെയർ. ആലോചിക്കണം, ഇവിടുത്തെ ഓരോരോ ലൈനും ആലോചിക്കണം നമ്മൾ. ദ ഫാക്ടേഴ്സ് ഓർ അലീൽസ്, ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? ജീനാണ്. ജീന് അല്ലെങ്കിൽ അലീല് ഓഫ് എ പെയർ, രണ്ട് പേരില്ലേ, ക്യാപിറ്റൽ എ സ്മോൾ എ, ക്യാപിറ്റൽ എ ക്യാപിറ്റൽ എ. സോ ഓഫ് എ പെയർ സെഗ്രിഗേറ്റ് ഫ്രം ഈച്ച് അതർ. സെഗ്രിഗേറ്റ്, വിട്ട് പോവാണ്, അവര് തമ്മിൽ വേർപിരിഞ്ഞ്, അടിച്ച് പിരിഞ്ചാച്ച്. ഓക്കെ, ക്യാപിറ്റൽ എയും സ്മോൾ എയും പിരിഞ്ഞ്, ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു, അവർ പിരിഞ്ഞു. സോ സെഗ്രിഗേറ്റ് ഫ്രം ഈച്ച് അതർ സച്ച് ദാറ്റ് എ ഗാമീറ്റ് റിസീവ്സ് ഓൺലി വൺ ഓഫ് ദ ടു ഫാക്ടേഴ്സ്. രണ്ടാളുള്ളതെന്ന് ഒരാളെ മാത്രമേ ഗ്യാമീറ്റിന് കിട്ടുള്ളൂ. എന്താ സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്? ഗ്യാമീറ്റ് ഉണ്ടാവുന്ന സമയത്ത് ഫാക്ടറിൽ അല്ലെങ്കിൽ അലീലില് പെയറായിട്ടാണല്ലോ നിൽക്കുന്നത്. ഫാക്ടേഴ്സ് ഒക്കർ ഇൻ പെയേഴ്സ്, അലീൽസ് ഒക്കർ ഇൻ പെയേഴ്സ് നമ്മൾ പഠിച്ചു. ആ പെയറിൽ അവർ രണ്ടുപേരും സഗ്രിഗേറ്റ് ചെയ്ത് ഒരു ഗ്യാമീറ്റിന് ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഒരാളെ മാത്രമേ കിട്ടുള്ളൂ. നമുക്കറിയുന്ന കാര്യമാണ്, നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യമാണ്. നമ്മൾ ഗ്യാമീറ്റിൽ ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞപ്പോൾ ഒരു ഗ്യാമീറ്റിൽ വട്ടിട്ടിട്ട് രണ്ടാളെയും കൂടി കയറ്റിയില്ലല്ലോ. രണ്ടാൾക്കും പറ്റില്ല. ബിക്കോസ് എന്താണ്? നമുക്കിവിടെ നോക്കാം. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, വീണ്ടും പറയാണ്. ക്യാപിറ്റൽ ടി, അയ്യോ അബദ്ധാണല്ലോ. ഓക്കെ, the capital T small t, അത്രയും മതി. സ്മോൾ ടി ഇതുപോലെയൊക്കെ തന്നെ ആണല്ലോ. സോ ഇതാണ് നമ്മുടെ എന്ത്? ഫാക്ടേഴ്സ് അല്ലെങ്കിൽ അലീൽസ് ഒക്കർ ഇൻ പെയേഴ്സ്. പെയറായിട്ടാണ് നിന്നത്. ഓക്കെ, ഇവർ പെയർ ആകുമ്പോൾ ഗ്യാമീറ്റ് ഫോർമേഷൻ്റെ ടൈമിൽ, ഡ്യൂറിങ് ഗ്യാമീറ്റ് ഫോർമേഷൻ ഇവർ സെഗ്രിഗേറ്റ് ചെയ്യും, ഇവർ തമ്മിൽ വേർപിരിയും. അതായത് നമ്മൾ ക്രോമോസോം പഠിച്ചതല്ലേ മക്കളെ, നമ്മൾ ക്രോമോസോം നേരത്തെ വരച്ചതല്ലേ. ഇതൊരു ക്രോമോസോം, ഇതൊരു ക്രോമോസോം. അതിൽ നമ്മൾ ഈ ജീനാണ് ഇവർ രണ്ടുപേരും. ഈ രണ്ടുപേരും ആരാ? ഹോമോലോഗസ് ക്രോമോസോം. ഇതിൻ്റെ താഴോട്ടേക്ക് കുറേ ക്രോമോസോം ഉണ്ട്. 1 2 3, അതായത് ഇത്രയും ക്രോമോസോം ഉള്ള ഒരു സെല്ല്. ഓക്കെ, ഹോമോലോഗസ് ക്രോമോസോം എത്ര ക്രോമോസോം ഉണ്ട്? 6 ക്രോമോസോം ഉള്ള ഒരു സെല്ല്. 6 ക്രോമോസോം ഉള്ള ഒരു സെല്ലിന്റെ ഗ്യാമീറ്റിന് എത്ര ക്രോമോസോം ഉണ്ടാവും? 6 എണ്ണം ഉള്ള ക്രോമോസോം. നമുക്ക് 46, അപ്പം നമ്മുടെ ഗ്യാമീറ്റിന് 23. 6 ക്രോമോസോം ഉള്ള ഒരു സെല്ലിന്റെ ഗ്യാമീറ്റിന് അതിന്റെ പകുതി 3 ക്രോമോസോം അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പം ഇവര് ഗ്യാമീറ്റ് ഫോം ചെയ്യുമ്പം സെല്ല് മുറിയണം. മുറിയുമ്പോൾ എങ്ങനെയാ ക്രോമോസോമിനെ സെപ്പറേറ്റ് ചെയ്യുക? എങ്ങോട്ടെങ്കിലും പൊക്കൂടി നടു പറയലാണോ? അല്ല, 3 എണ്ണം സിസ്റ്റമാറ്റിക് ആയിട്ട് മുറിക്കണം. ഓക്കെ, ഇങ്ങനായിട്ട് സെല്ല് അങ്ങോട്ട് മുറിക്കുമ്പോൾ ഇവർ 3 പേരും ഒരു സൈഡിലേക്ക്, ഇവർ 3 പേരും ഒരു സൈഡിലേക്ക് പോകും. ഇവർ 3 പേരും ഒരു ഗ്യാമീറ്റ് ആവും, ഇവർ 3 പേരും മറ്റൊരു ഗ്യാമീറ്റ് ആവും. ഓക്കെ, അപ്പം ഇവരിൽ ഇയാളുണ്ട്, ഇവർ പേരല്ല കേട്ടോ. ഇവർ രണ്ടാളും പേരായി നിൽക്കുന്നല്ല കേട്ടോ. ഇത് വേറെ ആളാ. ഇയാളുണ്ട്, കണ്ടോ? സെപ്പറേറ്റ് ആയില്ലേ? നിങ്ങൾ കൺഫ്യൂഷൻ ആക്കും, നിങ്ങൾ മറന്നു പോകും. ഞാൻ എന്താക്കാന്നറിയോ, ഈ ക്രോമോസോമിന് നമുക്ക് വേറെ കളർ കൊടുക്കാം, അതാ നല്ലേ. അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും. നിങ്ങൾ അത് ഹോമോലോഗസ് പെയർ ആണെന്ന് വിചാരിക്കും. ഐ നോ. നീല, ഹോമോലോഗസ് പെയേഴ്സിനാണ് ഞാൻ ഒരേ കളർ കൊടുത്തത്. ഓക്കെ, 6 ക്രോമോസോം ഉള്ള ഒരു സെല്ലിന്റെ ഗ്യാമീറ്റ് ഉണ്ടാവുമ്പോൾ 3 ക്രോമോസോം ഉള്ള 2 ഗ്യാമീറ്റിനാണ് ഉണ്ടാവാൻ പറ്റുക ഒരു സെല്ലിൽ നിന്നും, അല്ലേ? ആണ്. അപ്പം ഇത് നോക്കിയേ, ഇവിടെ ഒരു ഗ്യാമീറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, മിയോസിസ് ആണ്. 4 ഗ്യാമീറ്റ് ഒരു സെല്ലിൽ നിന്നും ഉണ്ടാവും കേട്ടോ. അതിപ്പോൾ മൈൻഡ് ആക്കല്ലേ, ഞാനിപ്പോൾ ഇതാണ് പറയുന്നത്, മുറിക്കുന്ന കാര്യം പറയാണ്. മുറിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ സെപ്പറേറ്റ് ആയേ. അപ്പോൾ ഇവിടെ ഏതായിരുന്നു? ഇയാളാരാ? ക്യാപിറ്റൽ ടി. ഇയാളാരാ? ക്യാപിറ്റൽ ടി അല്ലേ? അപ്പൊ ഇവിടെ ഉണ്ട് നമ്മളെ ക്യാപിറ്റൽ ടി, ഇവിടെ ഉണ്ട് നമ്മളെ ക്യാപിറ്റൽ ടി. ഈ ഗ്യാമീറ്റിന്റെ
ക്യാപിറ്റൽ ടി നമ്മൾ എഴുതി, ഈ ഗ്യാമറ്റിന് ക്യാപിറ്റൽ ടി നമ്മൾ എഴുതി. അതായത് പെയർ ആയിരുന്ന ഫാക്ടേഴ്സ് സഗ്രിഗേറ്റ് ചെയ്തു ഡ്യൂറിങ് ഗ്യാമീറ്റ് ഫോർമേഷൻ സച്ച് ദാറ്റ് വൺ ഗ്യാമീറ്റ് വിൽ റിസീവ് ഓൺലി വൺ ഓഫ് ദ പെയർ. ഈ പെയറിൽ നിന്ന് ഒരാളെ മാത്രമേ ഒരു ഗ്യാമീറ്റിന് കിട്ടുള്ളൂ. ഒരിക്കലും ഇതാലോചിക്കുക, ഒരിക്കലും സെല്ല് ഇങ്ങനെ ഡിവൈഡ് ചെയ്യില്ല. അതായത് ഈ പച്ചയും ഒരു ഗ്യാമീറ്റിൽ വരില്ല. അങ്ങനെയാണെങ്കിൽ ടി എന്ന് പറഞ്ഞൊരു ഗ്യാമീറ്റ് ഉണ്ടാവുമായിരുന്നു. 6 ഗ്യാമീറ്റ് ഉള്ള, അല്ലെ 6-7 സെൽ, ഒരു 7 ക്രോമോസോം ഒക്കെ ഉള്ള ഒരു ഗ്യാമീറ്റ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ അബ്നോർമാലിറ്റി ആണ്, അതൊന്നും വരില്ല. ഓക്കെ, അതൊന്നും പോസിബിൾ അല്ല. ഓക്കെ, സോ എന്താ പറഞ്ഞത്, ഇവിടെ സെല്ല് മയ്യുന്നില്ല, ഇവിടെ സെല്ല് ഇങ്ങനെ മുറിയില്ല, ഇങ്ങനെ മുറിയുള്ളൂ. ഇവരെ രണ്ടുപേരെയും ഒരുമിച്ച് കയറ്റില്ല, ഇവരെ വേർപിരിക്കും. ഓക്കെ, ഓൺലി വൺ ഓഫ് ദ ഫാക്ടർ വിൽ ഗോ ടു എ ഗ്യാമീറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ 2 ലോസ്. ഒന്നെന്താ, ലോ ഓഫ് ഡൊമിനൻസ്, അതായത് ഒരു പെയറുള്ളതിൽ ഒരാൾ വിൽ ഡൊമിനേറ്റ് ഓവർ ദ അതർ. മറ്റേത് റിസസീവ് ആയിരിക്കും, ഇത് ഡൊമിനൻ്റ് ആയിരിക്കും, മറ്റേതിൻ്റെ മുകളിലേക്കായിരിക്കും ഇവർ ആക്ട് ചെയ്യുന്നത്. സോ വൺ വിൽ ഡൊമിനേറ്റ് ഓവർ ദ അതർ. ദിസ് ഈസ് law of dominance. And the second law is law of segregation. Law of segregation defines that during gamete formation the factors or alleles of a pair will segregate from each other such that each gamete receives only one of the 2 factors. 2 ഫാക്ടേഴ്സിലുള്ളിൽ ഒരാളെ മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, ഇനി ഈ പറഞ്ഞതിൽ നമുക്ക് ക്യാപിറ്റൽ ടി മാറ്റിയിട്ട് ക്യാപിറ്റൽ ടി സ്മോൾ ടീൻ്റെ കഥ പറയാം. ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്രോമോസോമിൽ നമ്മളെ ക്രോമോസോം, ഇത് നമ്മളെ ക്രോമോസോം, ഇത് നമ്മളെ ക്രോമോസോം. അടുത്ത ക്രോമോസോം വരയ്ക്കാം. ഓക്കെ, ഇതാണ് നമ്മളെ ജീന്, ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇതാണ് നമ്മളെ സെല്ലെങ്ങനെയാ മുറിയാ, ഇങ്ങനെ. അപ്പം ഇത് ഒരു ഗ്യാമീറ്റ് ആയി. ഇതിൽ ആരൊക്കെ ഉണ്ട്, ഇതിൽ നമ്മളെ പച്ച, പുറത്തും വരയ്ക്കാം, നമ്മളെ ഓറഞ്ച്, നമ്മളെ ചുവപ്പ്. ക്യാപിറ്റൽ ടി, ഇവിടെ ആരാ വന്നത്, സ്മോൾ ടി. കണ്ടോ, ക്യാപിറ്റൽ ടി ഗ്യാമീറ്റ്, സ്മോൾ ടി ഗ്യാമീറ്റ്. ഈച്ച് ഓഫ് ദി ഗ്യാമീറ്റ് വിൽ ഗെറ്റ് ഓൺലി വൺ ഓഫ് ദ പെയർ. ഏതെങ്കിലും ഒരാളെ മാത്രമേ ഓരോ ഗ്യാമീറ്റിനും കിട്ടുള്ളൂ. സോ ദാറ്റ് ഈസ് ലോ ഓഫ് സെഗ്രിഗേഷൻ. ആൻഡ് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ്. എന്താണ് ഇൻകംപ്ലീറ്റ് ഡൊമിനൻറ്റ്? ഓക്കെ, എവിടെ നോക്കിക്കേ, ഈ ചിത്രം കാണുന്നില്ലേ നിങ്ങൾ ഞാൻ ഈ കാണിക്കുന്ന ചിത്രത്തിൽ നിങ്ങൾ എക്സാമ്പിളായിട്ട് പറയുന്നതാണ്. ഇത് ബൊഗൻവില്ല ആണെന്ന് തോന്നുന്നു. ബൊഗൻവില്ലയിൽ ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് ഉണ്ട് എന്നൊന്നും പോയി പറഞ്ഞേക്കരുത്. ഓക്കെ, കാണിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ചിത്രങ്ങളാണ്. ഇതിൻ്റെ ഒന്നും കൂടുതലായിട്ട് എല്ലാത്തിൻ്റെ ഒന്നും ജീന് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പം എല്ലാത്തിൻ്റെ ഒന്നും സത്യം പറഞ്ഞാൽ ഈ ബൊഗൻവില്ലേൻ്റെ കളർ എങ്ങനെയാണെന്നുള്ളത് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷേ നിങ്ങൾ അതാണെന്ന് പറയരുത്. ഓക്കെ, ഇത് ഞാൻ എക്സാമ്പിളായിട്ട് കൊടുക്കുന്നതാണ്. ഫൈൻ, നോക്കിയേ, ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് എന്ന് പറഞ്ഞാൽ ഈ സൈഡ് മുഴുവൻ വെള്ളപ്പൂക്കൾ, ഇവിടെ മുഴുവൻ നല്ല റോസ് കളറുള്ള പൂവ്, ഈ നടുക്കോ ഒരു ലൈറ്റ് പിങ്ക് അല്ലേ, അവിടെ നല്ല ഡാർക്ക് പിങ്ക്, ഇവിടെ വൈറ്റ്, ഇവിടെ ഈ രണ്ടും കൂടി മിക്സ് ആക്കി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു കളർ പോലെ ലൈറ്റ് പിങ്ക്. ഇതാണ് ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് എന്ന് പറയുന്നതിന് നമ്മളൊരു എക്സാമ്പിൾ, നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ള എക്സാമ്പിൾ. ഡോഗ് ഫ്ലവർ, ഇതാണെടാ ഡോഗ് ഫ്ലവർ, നല്ല ഭംഗിയുള്ളൊരു പൂവ്, അതിൻ്റെ പേര് ഡോഗ് ഫ്ലവർ, പട്ടിപ്പൂവ് എന്ന് വിളിച്ചിരിക്കുക അതിനെ. പാവം, വേറെ പേരുണ്ട്, സ്നാപ് ഡ്രാഗൺ എന്ന് പേരുണ്ട്, അത് കൊള്ളാം അല്ലേ. ഓക്കെ, സോ ഡോഗ് ഫ്ലവർ, എന്തിനാണാവോ ഈ പാവത്തിന് ഡോഗ് ഫ്ലവർ എന്ന് വിളിച്ചത്. സോ ഇതിൻ്റെ കാര്യം നോക്കിയ മക്കളേതാ, വെള്ളമുണ്ട്, നല്ല റെഡുണ്ട്, രണ്ടിനെയും കൂടി മിക്സ് ആക്കി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു പിങ്കും ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഈ രണ്ടിനെയും കൂടി മിക്സ് ആണ് എന്ന് വിചാരിക്കരുത്. അവിടെ വേറൊരു കാര്യമുണ്ട്. ഇവിടെ മുതലാണ് കോൺസെപ്റ്റ് മാറി വരുന്നത്. മെൻഡലിൻ്റെ ചില റൂൾസ് ഉണ്ടല്ലോ. മെൻഡൽ പറഞ്ഞു ഇവർ ഇൻഡിപെൻഡൻ്റ്ലി സഗ്രിഗേറ്റ് ചെയ്യും, ഒന്ന് ഡൊമിനൻ്റ് ഓവർ ദ അതർ, ഒന്ന് ഡൊമിനൻ്റ് ആണ്, ഒന്ന് റിസസീവ് ആണ്, ഇതൊക്കെ മെൻഡൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് പറയാൻ പറ്റില്ല ഈ ഓൾവേസ് എല്ലാ പ്ലാന്റിലും ഇത് തന്നെയാണ് അതിൻ്റെ കണ്ടീഷൻ എന്ന്. ഒന്ന് ഡൊമിനൻ്റ് ആണ്, മറ്റേത് അതിൻ്റെ റിസസീവ് ആണ്, ആ ട്രേറ്റ്, ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ്
നമ്മൾ കാണുന്ന പൂക്കള്, പൂവിന്റെ കേസ് തന്നെ നമുക്ക് എടുക്കാം, ചോപ്പ് വെള്ള ഈ 2 നിറം മാത്രമേ ഉള്ളൂ. അല്ല, അതിന്റെ ഒരു ഗ്രാഡിയന്റ് നമുക്ക് കാണാം അല്ലേ? ഒന്ന് ഡൊമിനന്റും മറ്റേത് റിസസീവ് ആണെങ്കിൽ ചോപ്പ് ഉണ്ടെങ്കിൽ ചോപ്പ് മാത്രം, വെള്ള ഉണ്ടെങ്കിൽ വെള്ളനെ മാത്രമാണ് കാണുന്നത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെയാണ് മെന്റലിന്റെ ഡീവിയേഷൻസ് എന്ന് പറയുന്നത്. ഡീവിയേഷൻ ഫ്രം ലോസ് ഓഫ് മെന്റൽസ് ലോസ്. ഓക്കെ, ഇത് നമുക്ക് ടെക്സ്റ്റിൽ അങ്ങനെ ഡീവിയേഷൻ ആയിട്ട് കൊടുത്തൊന്നല്ല, പക്ഷേ ആലോചിക്കുക, ഇത് മെന്റൽ പറഞ്ഞതല്ല ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ്. ഓക്കെ, ഇവിടെ ഈ ഡോഗ് ഫ്ലവറിൽ മെന്റൽ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, മെന്റൽ പറഞ്ഞ സ്ഥിതിക്കാണെങ്കിൽ വെള്ള, റെഡ് ഡൊമിനന്റ് ആണ്, റെഡിന്റെ ജീൻ ഉണ്ടെങ്കിൽ റെഡ് മാത്രം വരും, വെള്ളയുടെ ജീൻ ഉണ്ടെങ്കിൽ വെള്ള മാത്രം വരും. പക്ഷേ ക്രോസ് ചെയ്തപ്പോൾ മക്കളെ നോക്കിക്കേ, റെഡും വൈറ്റും തമ്മിൽ ക്രോസ് ചെയ്തപ്പം എന്തായിരുന്നു കിട്ടേണ്ടത്? നമുക്ക് ഫസ്റ്റ് പ്രോജനി എന്തായിരുന്നു കിട്ടേണ്ടത്? റെഡ് മാത്രമല്ലേ കിട്ടേണ്ടത്? റെഡിൻ്റെത് RR എന്നല്ലേ നമ്മൾ എഴുതുക, വൈറ്റിന് നമുക്ക് സ്മോൾ ആർ. ഓക്കെ, വൈറ്റ് എന്തായാലും റിസസീവ് ആണ്. ഇത് വേണമെങ്കിൽ ക്യാപിറ്റൽ ആറും സ്മോൾ ആറും ആവായിരുന്നു, പക്ഷെ ഇത് ഹോമോസൈഗസ് ആണ് ഞാൻ എടുക്കുന്നത്. ഞാൻ ടെസ്റ്റ് ക്രോസ് ഒക്കെ ചെയ്ത് കണ്ടുപിടിച്ച ആളാണിത്. ഓക്കെ, അപ്പൊ ഇതാവുമ്പോൾ ഈ ആറ് ഗ്യാമീറ്റ് ഇവർ തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് ഉണ്ടാവുന്ന പ്രോജനി മുഴുവൻ റെഡാണ് ആവേണ്ടത്. റെഡായിരുന്നു ആവേണ്ടത്. മെന്റൽ പറഞ്ഞ സ്ഥിതിക്ക് അങ്ങനെയായിരുന്നു ആവേണ്ടത്. കാരണം എന്താ, ഇതാണ് ഡൊമിനന്റ്, ഇതാണ് റിസസീവ്, വൺ വിൽ ഡൊമിനേറ്റ് ഓവർ ദ അതർ. ഇതിന്റെ എക്സ്പ്രഷൻ കാണില്ല. പക്ഷേ ഇവിടെ നമുക്കൊരു ഇന്റർമീഡിയറ്റ് ഫീനോടൈപ്പ് കിട്ടി. ഇന്റർമീഡിയറ്റ് ഫീനോടൈപ്പ് അതായത് റെഡും അല്ല വൈറ്റും അല്ല എന്നാ പിങ്ക്. പാരൻസിൽ കാണാത്ത ഒരാള്, നമുക്കിതിനെ ഒരു വാരിയേഷൻ ആയിട്ട് പറഞ്ഞൂടെ? പാരൻസിന്റെ ക്യാരക്ടർ അല്ല ഇയാൾക്ക്, മനസ്സിലായോ? അതായത് ഇൻഹെറിറ്റൻസ് മാത്രമല്ല വാരിയേഷനും സംഭവിക്കുന്നുണ്ട്. അതെന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഇതിന്റെ സീക്രട്ട് എന്താ നോക്കാം. പിങ്ക് ആണ്, ഓൾ പിങ്ക്. അപ്പം ആകെ അത്ഭുതമായിപ്പോയി. കാരണം എന്താ, മെന്റൽ പറഞ്ഞ സ്ഥിതിക്കാണെങ്കിൽ ഇങ്ങനെ വരാൻ പാടില്ല. പെട്ടെന്ന് കൂട്ടത്തിലില്ലാത്തൊരു കളർ വന്നു. നമ്മൾ വിചാരിക്കും ഈ 6ന്റെ കുറച്ച് റെഡും ഈ 6ന്റെ കുറച്ച് വൈറ്റും കൂടി മിക്സ് ആയിട്ട് പിങ്ക് ആയതാണെന്ന്. പക്ഷെ അതല്ല, ഇത് ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. ഇൻകംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആവാത്ത, ഇൻകംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആവാത്ത. ഓക്കെ, കംപ്ലീറ്റ് ആവാത്ത ഡൊമിനൻസ്. അതായത് CFL കത്തിച്ച് LED കത്തിച്ച് കഴിഞ്ഞാൽ CFLന്റെ ലൈറ്റ് ആണ് കാണുക, അത് ഡൊമിനൻസ്. CFLന് വോൾട്ടേജ് കുറവാണെങ്കിലോ തീരെ ഇല്ല, കുഞ്ഞൊക്കെ മിന്നി കത്തുന്നു. അപ്പം പിന്നെ നമ്മളെ എന്താ പറയാ, ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് ആണ്. എന്ന് വെച്ചാൽ LED ലൈറ്റ് കാണുന്നു എന്നല്ല, എന്നാലും CFLന്റെ ആ ബ്രൈറ്റ് ലൈറ്റ് ഇല്ല, ചെറിയൊരു മങ്ങിയ വെളിച്ചം. എന്നാലും CFL തന്നെയാണ് കാണുന്നത്. വോൾട്ടേജ് ഇത്തിരി കുറഞ്ഞു എന്നേ ഉള്ളൂ. സംഭവം മനസ്സിലായോ? വോൾട്ടേജ് ഇത്തിരി കുറഞ്ഞു എന്നേ ഉള്ളൂ. CFLന്റെ ലൈറ്റ് തന്നെയാണ് കാണുന്നത്. LED കത്തുന്ന കാണുന്നൊന്നുമില്ല. CFL ഉള്ളപ്പോൾ പിന്നെ LED വേണ്ടല്ലോ. അതാണ് സംഭവം. നിങ്ങൾ ഇത് ഇങ്ങനെയും കൂടി ഒന്ന് ആലോചിക്കുക. ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് എന്ന് പറയുമ്പം 6 ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ 6 വരുമ്പോൾ ആ സാധനത്തിന്റെ എമൗണ്ട് കൂടും. 6 മാത്രമാകുമ്പോൾ ആ സാധനത്തിന്റെ എമൗണ്ട് കുറയും. പക്ഷേ അതായത് മുഴുവനായിട്ട് അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് അത് പിങ്ക് കളറിൽ വന്നത്. റെഡ് ആവുന്നു. റെഡ് കളർ ഉണ്ടാക്കുന്ന ആളാണ് ഈ ജീൻ ഉണ്ടാക്കുന്നത്, 6 എന്ന് പറയുന്ന ജീന്. ഈ റെഡും പൂവിന് നല്ല റെഡ് നിറമായിരിക്കും, നല്ല റെഡ് ചോപ്പ് നിറം, ചുവന്ന റെഡ്. ഓക്കെ, ഇവിടെ ആണെങ്കിലോ ഈ 6 റെഡിനെ ഉണ്ടാക്കും, ഈ 6 റെഡിനെ ഉണ്ടാക്കില്ല. ഈ 6 റെഡിനെ ഉണ്ടാക്കാത്ത, കളറേ ഉണ്ടാക്കാത്ത റിസസീവ് ആയിട്ടുള്ള ജീനാണ്. കുറച്ച് റെഡേ ഉള്ളൂ, അതുകൊണ്ടൊരു പിങ്ക് കളറായി. ഓക്കെ, പിങ്ക് കളറായി. ഇയാളാണെങ്കിലോ കളറേ ഉണ്ടാക്കുന്നില്ല, അത് വൈറ്റ് ആണ്. ഓക്കെ, ഒരിക്കലും ഈ 6 വെള്ള നിറം ഉണ്ടാക്കുന്ന പിഗ്മെന്റ് എന്നൊരു സാധനം ഇല്ല. വെള്ള നിറം പിഗ്മെന്റ് അല്ല. വെള്ള നിറം എന്ന് പറഞ്ഞാൽ എന്താ, നിറമില്ലാത്ത അവസ്ഥയാണ്. പിഗ്മെന്റ് ഇല്ലാത്ത അവസ്ഥയാണ് വൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇയാള് ഈ സ്മോൾ 6 ഒരു പിഗ്മെന്റിനെയും ഉണ്ടാക്കുന്നില്ല, ഒരു കളറിങ് പിഗ്മെന്റിനെയും ഉണ്ടാക്കുന്നില്ല. ഇയാൾ ഉണ്ടാക്കുന്നുണ്ട്. ഇയാള് ഉണ്ടാക്കുന്നതുകൊണ്ട് ഇയാൾ 2 ആളാണെങ്കിൽ ഇയാൾക്ക് നല്ല ചുവപ്പ് നിറം, ഇയാൾ ഒരാളാണ് മാത്രമാണെങ്കിൽ പിങ്ക് നിറം. അതായത് ഇയാൾ മുഴുവനായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നില്ല, ഇൻകംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നു. അത്രയ്ക്ക് എഫക്റ്റീവ് അല്ല, മുഴുവൻ അങ്ങോട്ട് കത്തുന്നില്ല. CFLന് വോൾട്ടേജ് കുറവാ, എന്നാലും CFLനെയാണ് കാണുന്നത്, LED എഫക്ട് ചെയ്യുന്നില്ല. ഓക്കെ, അതാണ് പിങ്ക് നിറം വരാൻ കാരണം. സോ ദിസ് ഇസ് ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ്. R was not completely dominant over R, and this made it possible to distinguish capital R, small r as pink from capital R red and small r white. ഇപ്പോൾ നിങ്ങൾക്ക് ഫീനോടൈപ്പ്, അതിന്റെ ഫീനോടൈപ്പ് നോക്കിയാൽ തന്നെ പറയാൻ പറ്റും ഏതാണ്. റെഡിൻ്റെത് ക്യാപിറ്റൽ ആർ ആയിരിക്കും. റെഡിൻ്റെത് ക്യാപിറ്റൽ R, സ്മോൾ r ആയിരുന്നെങ്കിൽ റെഡ് നിറം ഉണ്ടാവുമോ മക്കളെ?
ഒന്ന് ആലോചിച്ച് പറഞ്ഞേ. നേരത്തെ നമ്മൾ ടോള് ക്യാപിറ്റൽ ടി സ്മോൾ ടി പറഞ്ഞു, പക്ഷേ ഇവിടെ ക്യാപിറ്റൽ ആർ അല്ലാതെ ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആയിരുന്നെങ്കിൽ നമുക്ക് റെഡ് കളർ കിട്ടുമോ? ഇല്ല. അതിനാണ് ഇവിടെ കണ്ടോ പിങ്ക് നിറമായിരുന്നു. സോ പിങ്ക് നിറമാണെങ്കിൽ ജീനോടൈപ്പ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. റെഡ് ആണെങ്കിൽ ക്യാപിറ്റൽ ആർ, വൈറ്റ് ആണെങ്കിൽ നോക്കണ്ട സ്മോൾ ആർ. ഓക്കെ, ഇനി നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ലോകത്തുള്ള എല്ലാ പൂവിനും ചുവപ്പ് നിറത്തിന് ഇതാണ്, വൈറ്റ് നിറത്തിന് ഇതാണ്, അങ്ങനെ വിചാരിക്കരുത്. അതോ എല്ലാത്തിനും ഓരോ ഇൻഡിവിജ്വൽസിനും അതിൻ്റേതായിട്ടുള്ള ജീനും അതിൻ്റെ ജീൻ എക്സ്പ്രഷനും ആയിരിക്കും. ഓരോന്നും മാറിക്കൊണ്ടിരിക്കും. നമുക്കൊന്നും എല്ലാത്തിനും ഇങ്ങനെയാണ് എന്ന് പറയാൻ പാടില്ല. ചിലത് നിയമങ്ങളായിട്ട് പറയാം. ഇപ്പം ഈ ഡൊമിനൻസ്, ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ്, ഇതൊക്കെ ഓരോ നിയമങ്ങളാണ്. ഒരു ജീന് എടുത്ത് നമ്മൾ സ്റ്റഡി ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇവിടെ നമ്മൾ ഈ ഒരു സ്നാപ് ഡ്രാഗന്റെ കേസിലാണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, അല്ലെങ്കിൽ ഡോഗ് ഫ്ലവറിന്റെ കേസിൽ ഇതാണ് നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞ എക്സാമ്പിൾ. പി ജനറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പാരന്റ് ജനറേഷൻ ആണ്. പാരന്റ്സ് ആണ് ഇവര്. റെഡിനെ വൈറ്റുമായിട്ട് ക്രോസ് ചെയ്തു. ഇവിടെ നമുക്ക് നിസ്സംശയം എഴുതാൻ പറ്റും ഇത് ക്യാപിറ്റൽ ആർ ആണ്. ഓക്കെ, വൈ? ബിക്കോസ് ക്യാപിറ്റൽ ആർ വന്നാൽ മാത്രമേ റെഡ് ഉള്ളൂ അല്ലേ? ഇതാ 6 ഗ്യാമീറ്റ് ഇവർ ഫ്യൂസ് ചെയ്തു. അപ്പൊ 6 ഇവരാണ് പിങ്ക് ആയിട്ട് വന്നത്. F1 ജനറേഷൻ, ഫിലിയൽ ജനറേഷൻ. ആൻഡ് ഇവര് തമ്മിൽ സെൽഫ് പോളിനേഷൻ ചെയ്തപ്പോൾ പുന്നറ്റ് സ്ക്വയർ വെച്ചിട്ട് 6 ഇതാ കണ്ടോ, 2 പിങ്ക്, 1 റെഡ്, 1 വൈറ്റ്. ഇവിടെയാണ് നമ്മൾ ജീനോടൈപ്പ് ഫീനോടൈപ്പ് ശ്രദ്ധിക്കേണ്ടത്. നോക്കിയേ, നമുക്ക് ഇവിടെ വരച്ചു നോക്കിയാലോ, എഴുതി നോക്കിയാലോ. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ തമ്മിൽ ഗ്യാമീറ്റ് ഫ്യൂസ് ചെയ്തു. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, പിന്നെ സെൽഫിങ് ചെയ്തു. അപ്പോൾ ഉണ്ടാവുന്ന ഗ്യാമീറ്റ്സ് ഇനി ഇവർ തമ്മിൽ ക്രോസ് ചെയ്തു. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഇതാരാടാ? റെഡ് അല്ലേ? ഇതാരാണ്? വേണ്ട, നമുക്ക് റെഡ് എന്നുള്ളത് ഇതിനോട് എഴുതാം, റെഡിനെ കൊണ്ട് എഴുതാം, എളുപ്പല്ലേ? റെഡ്. പിങ്ക് ഉണ്ടോ? പിങ്ക് അല്ലേ? ഇതും പിങ്ക്. ഇതാരാ? വൈറ്റ്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇനി നമുക്ക് ഫീനോടൈപ്പിക്കും ജീനോടൈപ്പിക്കും റേഷ്യോ എഴുതണം. ഫീനോടൈപ്പ് എന്ന് പറഞ്ഞാൽ കണ്ടാൽ അറിയുന്ന അല്ലേ? റെഡ് ഇതിൽ എത്ര എണ്ണം ഉണ്ടടാ? ഒന്നല്ലേ ഉള്ളൂ. സോ 1. പിങ്ക് എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. 2. വൈറ്റ് എത്ര എണ്ണം ഉണ്ട്? 1. 1:2:1 ഫീനോടൈപ്പ്. നമ്മൾ മുന്നത്തെ ഫീനോടൈപ്പ് ചെയ്തായിരുന്നു. നേരത്തെ മെന്റൽ പറഞ്ഞ പോലെ ആയിരുന്നെങ്കിൽ റെഡ് 3:1 ആയിരുന്നു. ഇത് 1:2:1 ആയി. ആൻഡ് ജീനോടൈപ്പിന് ഒരു മാറ്റവും ഇല്ല. ജീനോടൈപ്പിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ആർ. നേരത്തെ പറഞ്ഞോണം തന്നെ, ജീനോടൈപ്പ് മാറുന്നില്ല. 1:2:1 തന്നെയാണ് ജീനോടൈപ്പും ഫീനോടൈപ്പും. ഇതൊക്കെ ഓരോ റേഷ്യോ ആണ്. ഓക്കെ, മെന്റലിന്റെ മോണോ ഹൈബ്രിഡ് ക്രോസിന്റെ റേഷ്യോ, ഈ റേഷ്യോ നിങ്ങൾ പഠിച്ചു വെക്കണം. നീറ്റ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ എന്തായാലും പഠിച്ചു വെക്കണം. ഓക്കെ, 1:2:1 എന്ന് പറയുന്നത് ഏത് ജീനോടൈപ്പിക് റേഷ്യോ ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻകംപ്ലീറ്റ് ഡൊമിനൻസിന്റെയും മെന്റലിന്റെ മോണോ ഹൈബ്രിഡ് ക്രോസിന്റെയും പറയാം. ഫീനോടൈപ്പ് 3:1 എന്ന് പറയുന്നത് ഏതാ? മെന്റലിന്റെ മോണോ ഹൈബ്രിഡ് ക്രോസിന്റെ ഫീനോടൈപ്പിക് റേഷ്യോ ആണ്. 1:2:1 ഫീനോടൈപ്പിക് റേഷ്യോ ആയി വരുന്നത് ഏത് കേസിലാണ്? ഇൻകംപ്ലീറ്റ് ഡൊമിനൻസിന്റെ കേസിലാണ്. ഇങ്ങനെ ഓരോ റേഷ്യോസ് പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ അതും കഴിഞ്ഞു, സെറ്റാണ്. ആൻഡ് കോൺസെപ്റ്റ് ഓഫ് ഡൊമിനൻസ്. ഫൈനലി നമ്മൾ ഡൊമിനൻസ് കേട്ട് ഞാൻ മടുത്തു പിന്നെയും അല്ലേ? എത്ര ഡൊമിനൻസാണ് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് ഇത് ഡൊമിനൻസ്, റിസസീവ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അപ്പൊ 6 പ്രൊഡ്യൂസ് ചെയ്യുന്ന പിഗ്മെന്റിന്റെ അളവ് എന്ന് പറഞ്ഞില്ലേ, അവിടെ നിന്നും കിട്ടിയ ഐഡിയ കൊണ്ടാണ് നമ്മൾ ഇവിടേക്ക് വരേണ്ടത്. ഓക്കെ, 6 പിഗ്മെന്റിനെ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ 1 മാത്രമാണെങ്കിൽ പിഗ്മെന്റിന്റെ അളവ് കുറവായിരിക്കും. അതുപോലെ ഈ ഡൊമിനൻസ് എന്ന് പറയുന്നത് ഒരിക്കലും മറ്റേതിൻ്റെ ഒരു എഫക്റ്റ്, അതായത് മറ്റേതിനെ ഒഴിവാക്കിയിട്ടുള്ള എന്നുള്ള കണ്ടീഷൻ അല്ല. എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവരുടെ പ്രൊഡക്റ്റ് ഇല്ലേ, ഒരു ജീന് എങ്ങനെയാണ് ആക്ട് ചെയ്യുക? ജീനിൽ നിന്നും പ്രോട്ടീനെയാണ് ഉണ്ടാക്കുന്നത്. ഈ പ്രോട്ടീനാണ് ആക്ട് ചെയ്യുക നമ്മുടെ ബോഡിയിൽ. ഹെയർ കേൾ ചെയ്യാനോ അല്ലെങ്കിൽ ഹെയറിൻ്റെ കളറ്, എൻ്റെ ഹെയറിൻ്റെ കളറ്
ബ്ലാക്ക് ആക്കണമെങ്കിൽ എന്താണ് വേണ്ടത്? ഓക്കെ പോട്ടെ, എൻ്റെ സ്കിന്നിൻ്റെ കളറ് ഡാർക്ക് സ്കിന്നിൻ്റെ കളർ വേണമെങ്കിൽ മെലാനിൻ വേണം. മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ആ മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ജീന് കുറേ വേണം. ജീന് നല്ലപോലെ ആക്ട് ചെയ്യണം. ആ ജീൻ അവിടെ ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ മെലാനിൻ കുറയും, എനിക്ക് ഫെയർ സ്കിൻ ടോൺ ആയി വരും. ഓക്കെ, സോ ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഈ ജീന് അതിൻ്റെ ഡൊമിനൻസ് എന്നൊക്കെ പറയുമ്പം ജീന് എങ്ങനെയാണ് കാണിക്കുന്നത്? അവർ പ്രോട്ടീൻ ഉണ്ടാക്കിയിട്ടാണ് പുറത്തേക്ക് കാണിക്കുന്നത്. അതാണ് നമുക്ക് ഫീനോടൈപ്പ് ആയിട്ട് വരിക. നമ്മളെ പുറത്തേക്ക് എന്താണോ കാണിക്കുന്നത് അതാണ് നമ്മുടെ ഫീനോടൈപ്പ്. അതായത് ജീൻ എങ്ങനെയാ? ജീൻ ഇങ്ങനെ ടി ടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എഴുതി വെച്ച് നിന്നതാണോ? അല്ല, അവർ പ്രോട്ടീനാണ് ഉണ്ടാക്കുന്നത്. ആ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് ജീന്. ആ പ്രോട്ടീനാണ് നമുക്ക് ഫീനോടൈപ്പ് ആയിട്ട് പുറത്തേക്ക് വരിക. ഓക്കെ, നമ്മൾ ഇതൊക്കെ റെപ്രസെൻറ്റേറ്റീവ് ഫോം അല്ലേ, RTPW എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് എന്താന്നുള്ളത് നമുക്ക് ക്ലിയർ ആക്കി നോക്കാം. നോർമൽ അലീൽ നമുക്ക് ഹൈലൈറ്റർ എടുക്കാം. നോർമൽ അലീൽ പ്രൊഡ്യൂസേഴ്സ് ദ നോർമൽ എൻസൈം. 2 അലീലുണ്ട്. ഒന്ന് നോർമൽ അലീൽ, അത് നോർമൽ എൻസൈം ആണ് ഉണ്ടാക്കുന്നത്. ആൻഡ് നീഡഡ് ഫോർ ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ സബ്സ്റ്റൻസ് എസ് എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസിനെ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻസൈമാണിത്. നോർമൽ എൻസൈമിനെ ഉണ്ടാക്കുന്ന ആളാണ് നോർമൽ അലീൽ. ആൻഡ് എ മോഡിഫൈഡ് അലീൽ. 2 അലീലുണ്ടല്ലോ, ഒരു അലീൽ നോർമൽ, ഒരു അലീൽ മോഡിഫൈഡ് ആണെന്ന് വിചാരിക്കുക. നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഹെട്രോസൈഗസ് ഇല്ലേ, ആ കണ്ടീഷനാണ്. ഒന്ന് നോർമൽ, ഒന്ന് മോഡിഫൈഡ്. മോഡിഫൈഡ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉള്ളത്. നോർമൽ എന്ന് പറഞ്ഞാൽ ഈ എസ് എന്ന് പറയുന്ന സബ്സ്ട്രേറ്റ് ഇല്ലേ, എസ് എന്ന് പറയുന്ന സബ്സ്ട്രേറ്റിനെ അതിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ടുള്ള എൻസൈം ഉണ്ടാക്കണം. എസ്സിനെ എൻസൈം ആക്കണം. ഈ എൻസൈം ആക്കിയാലാണ് ഈ എൻസൈം പണി ചെയ്യുക. മോഡിഫൈഡ് അലീൽ, വേറൊരു അലീൽ ഉണ്ടല്ലോ, ഇപ്പം റിസസീവ് അലീലാണെന്ന് കൂട്ടിക്കോ. ആ റിസസീവ് അലീൽ ഒന്നെങ്കിൽ നോർമൽ ആവാം, അല്ലെങ്കിൽ ലെസ് എഫിഷ്യൻ്റ് ആവാം. അതായത് നല്ലൊരു എൻസൈമിനെ ഉണ്ടാക്കുന്നില്ല, ഒരു എഫിഷ്യൻസി കുറഞ്ഞിട്ടുള്ളൊരു എൻസൈമിനെ ഉണ്ടാക്കുന്ന ആളാണ് റിസസീവ്. അല്ലെങ്കിൽ ഇവിടെ നോൺ ഫങ്ഷണൽ എൻസൈം, ഫങ്ഷനേ ചെയ്യാത്തൊരു എൻസൈമിനെ ഉണ്ടാക്കുന്നു. അല്ലെങ്കിൽ നോ എൻസൈം അറ്റ് ഓൾ, എൻസൈമിനെ ഉണ്ടാക്കുന്നില്ല. അതാണ് ഇവിടെ കേസ്. നമുക്ക് നോക്കാം. ഏതാ എൻസൈം ലെറ്റർ ഏതാ യൂസ് ചെയ്യേണ്ടത്? നിങ്ങൾ ഏതാ ലെറ്റർ പ്രിഫർ ചെയ്യുന്നത്? ടി മതി അല്ലേ? ഓക്കെ, ടി എന്ന് പറയുന്ന ഒരു ജീന്, ഈ ജീന് നോർമൽ, ഇതാണ് മോഡിഫൈഡ് ജീന്. ടി സ്മോൾ ലെറ്റർ ടി വേണ്ട, നമുക്ക് എയും A' എടുക്കാം, അതാ നല്ലേ. എ എന്ന് പറയുന്നത് നോർമൽ, A' എന്ന് പറയുന്നത് മോഡിഫൈഡ് ജീന്. ഈ എ എന്ത് ചെയ്യുന്നറിയോ? എ ആക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എസ്സിനെ അതിൻ്റെ എൻസൈം ആക്കി മാറ്റും. ഈ എൻസൈം നോക്കിപ്പോയി പണിയെടുത്തോളും. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച്, എയും ആണെങ്കിൽ നമുക്ക് ആ എൻസൈം ഉണ്ട്, നമ്മുടെ പണിയൊക്കെ നല്ലപോലെ നടക്കുന്നുണ്ട്. ഇനി ഈ എസ്സിനെ A' ആയിരുന്നെങ്കിൽ, A' ചിലപ്പം നോർമലി എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ ചെറിയ എഫിഷ്യൻസി കുറഞ്ഞിട്ടുള്ള ഒരു കുട്ടി എൻസൈമിന് അത്ര നല്ല പണിയൊന്നും അറിയില്ല, എഫിഷ്യൻസി കുറഞ്ഞിട്ടുള്ളൊരു എൻസൈം, എന്നാലും ഓക്കെ A' ആയിരുന്നെങ്കിൽ നമ്മുടെ ബോഡിയിൽ പണി നടക്കും അല്ലേ, അത്ര എഫിഷ്യൻസി കുറഞ്ഞ എൻസൈം. ഇനി എസ്സിനെ A' എൻസൈമിനെ അതായത് എൻസൈം വർക്കിംഗ് അല്ലാത്ത എൻസൈമിനെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ, ഈ എൻസൈം വർക്കിംഗ് അല്ല, കേടായിട്ടുള്ള എൻസൈമാ, കാര്യമുണ്ടോടാ? ഒരു കാര്യമില്ല. അപ്പൊ ഈ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലേ നമ്മുടെ ബോഡിയിൽ അത് ആക്ട് ചെയ്യുള്ളൂ. എഫിഷ്യൻസി കുറഞ്ഞു പോയി, ഇല്ല, സാധനമില്ല. ഇനി A' ഒന്നെങ്കിൽ എൻസൈമിനെ ഒന്നും ഉണ്ടാക്കുന്നില്ല. അപ്പൊ ഈ വർക്ക് ചെയ്യുന്നത് കൊണ്ട് മാത്രം നമ്മുടെ ബോഡിയിൽ വർക്കാവും. ഇതാണ് ഡൊമിനൻസി എന്നൊക്കെ പറയുന്നത്. ഇതാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ നല്ലപോലെ ഡൊമിനന്റ് കണ്ടീഷൻ ആയിരിക്കും. ഇവിടുന്ന് അങ്ങോട്ടേക്കൊക്കെ റിസസീവ്, നമുക്ക് പല രീതിയിൽ റിസസീവ് പറയാം. അവിടെ നമുക്ക് ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് വരാം, വേറെ ഇനിയും പഠിക്കാൻ പോകുന്ന കോഡൊമിനൻസ് വരാം. ഡൊമിനൻസിന് പല കേസ് ഉണ്ട്. ഈ ഡൊമിനൻസ് ഒക്കെ നമ്മൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഈ ജീനിന്റെ പ്രൊഡക്റ്റിന്റെ എമൗണ്ട്, അതിന്റെ ഫീച്ചേഴ്സ് അനുസരിച്ചായിരിക്കും നമ്മൾ ഡൊമിനൻസ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ റിസസീവ് അല്ലെങ്കിൽ മോഡിഫൈഡ് അലീൽ ഒന്നെങ്കിൽ എൻസൈമിനെ കുറച്ചുണ്ടാക്കാം, അല്ലെങ്കിൽ എൻസൈം എന്താക്കാം, നോൺ അതായത് വർക്കിംഗ് അല്ലാത്ത എൻസൈമിനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ എൻസൈമിനെ ഉണ്ടാക്കില്ല. ഞാൻ വേറെ രീതിയിൽ പറഞ്ഞുതരാം, കളറിന്റെ രീതിയിൽ പറഞ്ഞുതരാം. നമ്മൾ നേരത്തെ എടുത്ത 6 തന്നെ എടുക്കാം. 6
കളറിനെ ഉണ്ടാക്കും, ഒരു പിഗ്മെന്റിനെ ഉണ്ടാക്കും. അപ്പൊ റെഡ് പിഗ്മെന്റ് ആയി. അപ്പൊ ഫ്ലവറിന്റെ നിറം ഏതാ? റെഡ് ഫ്ലവർ. റെഡ് ഫ്ലവർ. ഓക്കെ, 6 റെഡ് പിഗ്മെന്റ് ഉണ്ടാക്കി, റെഡ് ഫ്ലവർ ആയി. ഇനി R' സ്മോൾ ലെറ്റർ ആർ എഴുതണോ? മോഡിഫൈഡ് R. ഒന്നെങ്കിൽ ഈ പിഗ്മെന്റിനെ ഉണ്ടാക്കുന്നില്ല, പിഗ്മെന്റിനെ ഉണ്ടാക്കുന്നില്ല. നേരത്തെ പറഞ്ഞ എൻസൈമിനെ ഉണ്ടാക്കുന്നില്ല എന്ന്. അപ്പൊ വൈറ്റ് ഫ്ലവർ ആയി. കണ്ടോ? ആർ ആണ് കണ്ടീഷൻ എങ്കിൽ. ഓക്കെ, ഇനി ഈ R വൈറ്റ് ഫ്ലവറിനെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മളെ കണ്ടീഷൻ ഏതാ? ക്യാപിറ്റൽ ലെറ്റർ R, സ്മോൾ ലെറ്റർ R ആണ്. അപ്പം ഈ R ഉണ്ടാക്കുന്ന റെഡ് ഉണ്ട്, ഈ R ഉണ്ടാക്കുന്ന R വൈറ്റ് ഉണ്ടാക്കുന്നില്ല. അപ്പൊ ഒന്നെങ്കിൽ നമുക്ക് ഇൻകംപ്ലീറ്റ് ഡൊമിനൻസ് അവിടെ കാണാം, കാരണം R കുറച്ചല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. അങ്ങനെ വേണമെങ്കിൽ ഒരു പിങ്ക് കളർ ഫ്ലവർ വേണമെങ്കിൽ കാണാം. അല്ലെങ്കിൽ R ഇൻകംപ്ലീറ്റ് ഡൊമിനന്റ് അല്ലെങ്കിൽ, നല്ലപോലെ ഡൊമിനന്റ് ആണെങ്കിൽ നല്ല റെഡ് ഫ്ലവറും കാണാം. കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവണ്ട, ആ പിഗ്മെന്റിന്റെ കേസ് പറഞ്ഞതാണ്. ഓക്കെ, ഇനി വേണമെങ്കിൽ എൻസൈം നമുക്ക് ഇൻസുലിൻ ഒക്കെ ആക്കാം. ഈ നിങ്ങൾ ഇൻസുലിൻ, ഗ്ലൂക്കോഗോൺ, തൈറോസിൻ, ട്രിപ്റ്റോഫാൻ, ഹോർമോൺസ്, ഇൻസുലിൻ ഒക്കെ ഹോർമോൺ ആയിട്ടൊക്കെ പഠിച്ചിട്ടില്ലേ? സോ ഇവരൊക്കെ ഉണ്ടാക്കുന്നത് ആരായിരിക്കും? സെൽസ് ആണ്, സെല്ലിനുള്ളിലാണ് ഉണ്ടാക്കുന്നത്. ഇതിന് വേണമെങ്കിലും പ്രോട്ടീൻ, ജീന് വേണം. ഓക്കെ, അപ്പൊ ഈ ജീന് ആണ് എല്ലാത്തിൻ്റെയും പിന്നിൽ. നിങ്ങളെ ബോഡിയിൽ ഡൈജഷൻ നടക്കണമെങ്കിൽ, നിങ്ങളെ ബോഡിയിൽ മെറ്റബോളിസം നടക്കണമെങ്കിൽ, നിങ്ങൾക്ക് റെസ്പിറേഷൻ നടക്കണമെങ്കിൽ എല്ലാത്തിനും ജീനുകൾ പ്രവർത്തിക്കണം. അവർ പ്രോട്ടീൻ ഉണ്ടാക്കണം. നമ്മളെ ബോഡിയിൽ പ്രോട്ടീനാണ് കൂടുതലുള്ളത്. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒക്കെ ഒന്ന് നോക്കണം, മനസ്സിലായില്ലെങ്കിൽ ഒന്ന് പൗസ് ചെയ്ത്, വേണമെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവുന്നതാണെങ്കിൽ നിങ്ങളൊരു 0.25x ഇട്ട് കണ്ടോ. ഓക്കെ, സ്പീഡിലൊക്കെ ഇട്ട് കണ്ടോ. നല്ലപോലെ പെട്ടെന്ന് മനസ്സിലാവുന്ന നിങ്ങൾ ബ്രില്യൻ സ്റ്റുഡൻസ് ആണെന്ന് എനിക്കറിയാം. എല്ലാവരും ഇപ്പോൾ നല്ലപോലെ നിങ്ങളെ മൈൻഡൊക്കെ വർക്ക് ചെയ്യുന്നൊരു കാലമാണ് ഇപ്പോൾ. +1 +2 കാലഘട്ടമൊക്കെ നിങ്ങളുടെ മൈൻഡൊക്കെ ഭയങ്കര ആക്റ്റീവായിരിക്കും. അപ്പോൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും പോവാതെ നമ്മുടെ ഭാവി ഒന്ന് ഉറപ്പാക്കുക, ഭാവി ഒന്ന് സ്റ്റേബിൾ ആക്കുക. അതിന് വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങൾ ഹയർ സ്റ്റഡീസിന് പോവുകയാണെങ്കിൽ, ഡിഗ്രി ഒക്കെ എടുക്കുകയാണെങ്കിൽ, ജെനറ്റിക്സ് പഠിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാപ്റ്റർ നല്ല വൃത്തിക്ക് പഠിച്ചു പോയാൽ ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുവാണ്, ഭയങ്കര എളുപ്പമായിരിക്കും നിങ്ങൾക്ക് ഡിഗ്രിക്കൊക്കെ പോകുമ്പോൾ ജെനറ്റിക്സ്. കാരണം എന്താ, ഈ NCERT ടെക്സ്റ്റിൽ പറയാത്ത ഒന്നുമില്ല. ഡിഗ്രിക്ക് എന്തൊക്കെ പഠിക്കണോ അതൊക്കെ ടെക്സ്റ്റിൽ പറഞ്ഞു പോകുന്നുണ്ട്, നമ്മൾ അതൊക്കെ ഡിസ്കസ് ചെയ്യുന്നുമുണ്ട്. സോ നിങ്ങൾക്ക് വളരെ നല്ലൊരു ബേസ് ആയിരിക്കും നമ്മളെ വീഡിയോസിലൂടെ കിട്ടാൻ പോകുന്നത്. അത് ഞാൻ നിങ്ങൾക്ക് സ്വെയർ ചെയ്ത് വാക്ക് തരുവാണ്. സോ എല്ലാവരും നല്ലപോലെ കാണുക, ബാക്കിയുള്ള വീഡിയോസും കാണുക. ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്നതായിരിക്കും. അവസാനം നമ്മൾ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ.